ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ +2 മലയാളത്തിലെ ഒരു ചാപ്റ്ററാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത. അത് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലൂടെ നമുക്ക് കടന്നു പോകാതെ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ക്രോഡീകരിച്ച് അതിൻ്റെ ചോദ്യോത്തരങ്ങൾ സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. എല്ലാ മക്കൾക്കും മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. യൂണിറ്റ് 2 ചാപ്റ്റർ 4. കേരളത്തിലെ മുസ്ലിങ്ങൾ ഏകദേശം 500 വർഷം പരിഷ്കരിച്ച അറബി ലിപിയാണ് മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. അറബി മലയാളം ഈസിയാണെന്ന് നമുക്കറിയാം അല്ലേ? അറബി ലിപി ഉപയോഗിച്ച് മലയാളം എഴുതുക. പുസ്തകങ്ങളിലും മതപാഠശാലകളിലും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട്. അറബി മലയാളം ലിപിയിൽ എഴുതപ്പെട്ട സാഹിത്യശാഖയിലെ പദ്യകൃതികളെ മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നു. നോക്കുക, അറബി മലയാളം ലിപിയിൽ എഴുതപ്പെട്ട സാഹിത്യശാഖയിലെ പദ്യകൃതികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാപ്പിളപ്പാട്ടുകൾ. ലക്ഷദ്വീപിലും ഈ പാരമ്പര്യം കാണാം. ജാതി മത ഭേദമന്യേ ജനങ്ങൾ ഇടകലർന്നു ജീവിക്കാൻ ആരംഭിച്ചതോടെ മാപ്പിളപ്പാട്ട് കേരളീയരുടെ, മുസ്ലിങ്ങളുടെയല്ല, കേരളീയരുടെ സംഗീതത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ഭാഗമായി മാറി. ഒരു ജാതിക്ക് മാത്രമോ ഒരു മതത്തിനോ അവകാശപ്പെട്ടതല്ലാതെ എല്ലാവരും മാപ്പിളപ്പാട്ടിന് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വീകരിക്കാൻ തുടങ്ങി. നീലക്കുയിൽ എന്ന സിനിമയിൽ കായലരികത്ത് വലയെറിഞ്ഞപ്പ വളകിലു, അങ്ങനെ തുടങ്ങിയിട്ട് ജനകീയമാകാൻ തുടങ്ങിയത് മാപ്പിളപ്പാട്ട്. രചന, ആലാപനം, ആസ്വാദനം തുടങ്ങിയവയിലൊന്നും സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ വിലക്കുകളില്ലാതായി തീർന്നിരിക്കുന്നു. രാഷ്ട്രീയം, സിനിമ, നാടകം, സാഹിത്യം മുതലായവ വഴി നടക്കുന്ന കലകളുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഫലമായി എല്ലാ കലകളും എല്ലാവരുടേതുമായിരിക്കുന്നു. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഏറെ ജനപ്രീതി നേടിയ കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിലുള്ള പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ മാപ്പിളപ്പാട്ടുകളുടെ പ്രത്യേകത. 1879 1975 ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം. തൻ്റെ കാവ്യങ്ങളിൽ കേരളീയതയ്ക്ക് വളരെയധികം സ്ഥാനം പുലിക്കോട്ടിൽ ഹൈദർ നൽകിയിട്ടുണ്ട്. 2000-ഓളം ഒറ്റപ്പാട്ടുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരള ചരിത്രം എന്ന കാവ്യത്തിൽ പിറന്ന നാടിൻ്റെ ചരിത്രമാണ് ആവിഷ്കരിച്ചത്. അന്ന് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് എഴുതിയതാണ് വെള്ളപ്പൊക്കമാല. നരിനായാട്ട്, കാളപ്പൂട്ടുപാട്ട് തുടങ്ങി അനേകം രചനകളിൽ സ്വന്തം നാടും സംസ്കാരവും ഇദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യരെ പോലെയുള്ള മറ്റ് കവികൾ അറേബ്യൻ ചരിത്രവും ഇസ്ലാമിക വിഷയങ്ങളും ഒക്കെ പ്രമേയമാക്കിയപ്പോൾ ഹൈദർ നാട്ടുകഥകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴിക്കാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. ഓർമ്മയിൽ വെക്കുക, അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴിക്കാരനാണ്. തനി ഏറനാടൻ പദങ്ങൾ വിഭക്തി പ്രത്യയങ്ങൾക്ക് പോലും മാറ്റം വരുത്താതെയാണ് തൻ്റെ കവിതയിൽ ഉപയോഗിച്ചത്. മലമ്മൽ, നരീനെ എന്ന തരത്തിലാണിത്. സ്ത്രീകളുടെ നൊമ്പരം ചിത്രീകരിക്കുന്നതിൽ ഹൈദർ ഏറെ പ്രാഗൽഭ്യം തെളിയിച്ചു. പുരുഷൻ്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമാവുന്ന സ്ത്രീ ജീവിതം ഹൈദറിൻ്റെ രചനാ വൈഭവത്തെ പ്രചോദിപ്പിച്ചു. പുരുഷനെ പുച്ഛിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പുരോഗതിക്ക് തടസ്സമാകുന്ന എല്ലാ അനാചാരങ്ങളെയും അദ്ദേഹം പുച്ഛിക്കുന്നു. ദുരാചാരമാല, കലിയുഗം, കാതുകുത്തുമാല, സ്ത്രീമർദ്ദിതമാല, മാരന്മാരുടെ തകരാറ് എന്നിവ ഈ ലക്ഷ്യം നിർവഹിച്ചവയാണ്. മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ എന്ന ശാഖയിലാണ് ഹൈദർ ഏറെ കാവ്യങ്ങൾ രചിച്ചത്. കത്തായിട്ട് വായിക്കാനും പാട്ടായിട്ട് പാടാനും പറ്റുന്ന കാവ്യങ്ങളാണിവ. ഈ ശാഖ ഇന്നും സജീവമാണ്. ഗൾഫ് പ്രവാസത്തിൻ്റെ ഏറ്റവും നല്ല രേഖയായ ദുബായ് കത്തുപാട്ട് അതിനൊരു ഉദാഹരണമാണ്. അന്ധവിശ്വാസങ്ങളെ തുറന്നു കാട്ടുന്നതിൽ ഹൈദറിന് മടിയുണ്ടായിരുന്നില്ല. തൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട കവിയാണ് ഹൈദർ. പിന്നീട് സ്വതന്ത്ര സമര സേനാനി മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ അനുയായി തീർന്നു. ആ നേതാവിൻ്റെ ചരമത്തിൽ വ്യസനിച്ചുകൊണ്ട് എഴുതിയ പാട്ട് ശ്രദ്ധേയമാണ്. ഇങ്ങനെ നിമിഷ കവിയാണ് ഹൈദർ. മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന ഈണം താൻ അറിയാതെ പാട്ടായി പുറത്തു വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 20-ാം നൂറ്റാണ്ടിലെ മലബാറിലെ രാഷ്ട്രീയവും ഗാർഹികവുമായ അനേകം മുദ്രകൾ മാപ്പിളപ്പാട്ടിൽ അടയാളപ്പെടുത്തിയ കവിയാണ് അദ്ദേഹം. നമുക്ക് ആദ്യത്തെ ചോദ്യം. പുലിക്കോട്ടിൽ ഹൈദർ തൻ്റെ കൃതികളിലെ പ്രമേയത്തിൽ പുലർത്തുന്ന കേരളീയത വ്യക്തമാക്കുക. നാട്ടുമൊഴിക്കാരനാണെന്ന് പറയുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ കേരളീയത എന്തായിരുന്നു? മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയനായ പുലിക്കോട്ടിൽ ഹൈദർ കേരളീയതയ്ക്ക് തൻ്റെ കാവ്യങ്ങളിൽ ഏറെ പ്രാധാന്യം നൽകി. പ്രമേയം, ഭാഷ, കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം അദ്ദേഹം തീർത്തും നാടനായിരുന്നു. മലയാളീയതയ്ക്ക്, കേരളീയതയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകിയ മറ്റൊരു കവി ഈ വിഭാഗത്തിലില്ല.
ചരിത്രം പ്രമേയമാക്കി അദ്ദേഹം എഴുതിയ കാവ്യത്തിൽ കേരള ചരിത്രമാണ് വിഷയമാക്കിയത്. എൻ്റെ കേരളത്തിൽ വന്നേ നാശം, വെള്ളിടുവാൻ മാത്രമേയുള്ളൂ എനിക്കുദ്ദേശം എന്ന് വെള്ളപ്പൊക്കമാലയിൽ കവി പറയുന്നത് ശ്രദ്ധിക്കാം. ഇതിലെ എൻ്റെ കേരളം എന്ന പരാമർശം കവിക്ക് തൻ്റെ നാടിനോടുള്ള സ്നേഹവും അഭിമാനവും വ്യക്തമാക്കുന്നു. തനിക്ക് ചുറ്റുമുള്ള നാട്ടുവിശേഷങ്ങളും ജീവിതാനുഭവങ്ങളുമാണ് പുലിക്കോട്ടിൽ തൻ്റെ രചനയ്ക്ക് സ്വീകരിച്ച വിഷയങ്ങൾ. നരിനായാട്ട്, കാളപ്പൂട്ടുപാട്ട് തുടങ്ങിയ പാട്ടുകളിൽ അന്നത്തെ കേരളീയ സാമൂഹിക പശ്ചാത്തലം കാണാവുന്നതാണ്. മതപരമായ ഇതിവൃത്തങ്ങളും അറേബ്യൻ ചരിത്രങ്ങളുമൊക്കെ മാപ്പിളപ്പാട്ടിന് വിഷയമായപ്പോൾ പുലിക്കോട്ടിലാകട്ടെ താൻ പിറന്ന മണ്ണിൽ നിന്നാണ് പ്രമേയങ്ങൾ കണ്ടെത്തിയത്. ഭക്തിക്ക് പോലും പ്രാധാന്യം നൽകാതെ നാട്ടുകഥകൾ പാടാനാണ് ഹൈദർ ഇഷ്ടപ്പെട്ടത്. മതത്തിന് പുറത്തുള്ള സാമൂഹിക പ്രമേയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രധാനമായും കണ്ടെത്താൻ കഴിയുക. കേരള ചരിത്രം, മറിയക്കുട്ടിയുടെ കത്ത്, ദുരാചാരമാല, കലിയുഗം, കാതുകുത്തുമാല, സ്ത്രീമർദ്ദിതമാല, മാരന്മാരുടെ തകരാറ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറബി മലയാളം രൂപപ്പെടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. കച്ചവടത്തിനായി കേരളത്തിലെത്തിയ അറബികൾ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ഇഴുകിച്ചേർന്നു. 1000ഓളം വർഷത്തെ ജീവിത പാരമ്പര്യമാണ് അവർക്കിവിടെയുള്ളത്. അറബികളും കേരളീയരും തമ്മിലുള്ള സാമൂഹിക ബന്ധമാണ് മാപ്പിളമാർ എന്ന പ്രത്യേക വിഭാഗത്തിൻ്റെ ആവിർഭാവത്തിന് കാരണം. മാപ്പിള എന്നാൽ ജാമാതാവ്, സംബന്ധക്കാരൻ എന്നൊക്കെ അർത്ഥം. കേരളത്തിലെ സ്ത്രീകളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട അറബികളെ മാപ്പിളമാർ എന്ന് വിളിച്ചിരുന്നു. ക്രമേണ അത് ഇസ്ലാം മതവിഭാഗത്തിൻ്റെ പേരായി മാറി. മതപരമായ ആചാരങ്ങൾക്കും ആരാധനകൾക്കും വളരെ പ്രാമുഖ്യം നൽകുന്നവരാണ് മുസ്ലിങ്ങൾ. ഖുർആൻ വാക്യങ്ങളും നബിവചനങ്ങളും എഴുതാൻ മലയാള ഭാഷ അപര്യാപ്തമാണെന്ന് അവർ കരുതി. മതവിഷയങ്ങൾ മലയാളത്തിൽ എഴുതാൻ പാടില്ല എന്ന അന്ധവിശ്വാസവും മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടി. മാത്രമല്ല, തദ്ദേശീയരുമായുള്ള സുഗമമായ ആശയവിനിമയത്തിന് ഭാഷ ഒരു തടസ്സമായി തീർന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയൊരു ഭാഷാ സങ്കരം രൂപപ്പെടുന്നത്. തങ്ങളുടെ വാമൊഴിക്ക് ചേരുന്ന വിധത്തിൽ അറബി മലയാള ലിപികൾക്ക് പുതിയ ചിഹ്നങ്ങൾ നൽകിയ പ്രത്യേക അക്ഷരമാല കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ നിർമ്മിച്ചു. ഈ സങ്കര ഭാഷയാണ് അറബി മലയാളം അഥവാ മാപ്പിള മലയാളം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിന്നീടത് സാഹിത്യ ഭാഷയായി മാറി. അറബി മലയാളത്തിൽ എഴുതിയ കൃതികളെ മാപ്പിള സാഹിത്യമെന്ന് പറയുന്നു. അറബി, പേർഷ്യൻ, കന്നഡ, ഉറുദു, ഹിന്ദി, സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളുടെ സ്വാധീനം അറബി മലയാളത്തിലുണ്ട്. ഈ ഭാഷ രൂപപ്പെട്ട കാലഘട്ടത്തിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ 400 വർഷത്തോളം പഴക്കമുള്ള കൃതികൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. പൊന്നാനി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലാണ് ഈ ഭാഷ പ്രചരിച്ചിരുന്നത്. ആലി മരയ്ക്കാന്മാർ, അറക്കൽ രാജകുടുംബക്കാർ തുടങ്ങിയവർ ഈ ഭാഷയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സെറ്റാണല്ലോ. നന്നായിട്ട് പഠിക്കുക, നോക്കിക്കൊള്ളുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഓക്കെ, താങ്ക് യു.